ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. കഥന ഇതിന്റെ ഒരു അപ്ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കാര്യം വരാൻ വേണ്ടി പോകുന്ന സംഗതി ചെറിയ പരിപാടിയൊന്നും അല്ലല്ലോ. വമ്പൻ വമ്പൻ ഐറ്റം അല്ലേ. വരട്ടെ വരട്ടെ, ഗംഭീരമാവട്ടെ. പടം ഗംഭീരമാവണം, കലക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പടം ഇറങ്ങണേന് മുന്നേ ഇങ്ങനെ ഒന്നും സംസാരിക്കണേന് അർത്ഥമില്ല എന്നറിയാം. എന്നാലും ഒരു വിശ്വാസം. ഇതിന്റെ ഗ്ലിംസ് വന്ന സമയത്ത് തന്നെ ഒന്ന് കാര്യമായിട്ട് ഞെട്ടിച്ചതാണ്. എന്ത് രസമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ടെക്നിക്കലിയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, പടം ഇറങ്ങണതിന് മുമ്പ് ഇങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. ബട്ട് സ്റ്റിൽ കണ്ടത് പറയാലോ. ഏതായാലും വരട്ടെ, ഗംഭീരാവട്ടെ. ഇപ്പൊ അതാ ട്രെയിലർ വന്നിരിക്കുന്നു. ട്രെയിലർ കാണാം. യെസ്, വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ ഞാൻ നമ്പരുതല്ലേ. ബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വലിയവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. മലയാള പടം நினைவுக்கும் எட்டாத எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். വിഷ്ണു പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ. நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് കുഞ്ഞമനിൽ നിന്ന് വാഴ്ത്തുക്കൾ. ദിസ് മൺസൂൺ ഫ്രം റോജൽ തോമസ്, വരാനിരിക്കുന്നത് ഡയറക്ടർ ഓഫ് ഹോം. മോനെ നോക്കി വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. പടം കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ഒരു മനിത ഉടമ്പിൽ കൊള്ളുന്നതിലും അധികം ശക്തി നിങ്ങൾ കട്ടുപെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും. വേണാട് ആപത്തിലാണ്. Careful to whom you pray. Anushka Shetty, Prabhudeva. மாயம் அண்டமே மாயம். Making man, wow, wow, Jonathan, woo. Jayasuriya. Man. Oh, ഇതൊക്കെ പരിപാടികളാണ്. കത്തന അനിഷ്ട. ആക്ച്വലി പടം വരട്ടെ, പടം വന്നിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാം. അതൊക്കെ വേറെ വിഷയം. പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ വേറെ വിഷയം. ബട്ട് ഇത് നമ്മുടെ മലയാളം പടാണ്. നമ്മൾ ഓൾറെഡി എന്താ പറയാ, ലോകയൊക്കെ കണ്ടതാ. വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്രോച്ച്, വമ്പനായിട്ടുള്ള ക്യാൻവാസിൽ വന്നൊരു സിനിമ. അത് ഭയങ്കര ഹിറ്റായി. ഗ്രോയിങ്, ഓർ മലയാളം ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ് ബിഗ്. അപ്പോ ആ രീതിയിലാണ് ഞാൻ ഈ സിനിമയെ നോക്കിക്കാണുന്നത്. ഇപ്പോ ഇതിന്റെ അകത്ത് എനിക്കറിയില്ല ഇതിന്റെ അകത്ത് എന്താ ഇതിന്റെ കഥ പരിപാടി. നത്തിങ്. ഐ വാസ് ലുക്കിംഗ്, ഐ വാസ് എന്താ പറയാ, കിങ്ലി വാച്ചിങ് ഇൻ ടു ദ ട്രെയിലർ. അതായത് വിഷ്വലി ടെക്നിക്കലി ഒക്കെ അവര് എന്തോരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോരം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അത് ആ ലെവലിൽ നോക്കുമ്പോ
ഇതിന്റെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മലയാളം മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രി. ഗംഭീരമാണ്, വമ്പൻ സിനിമ വമ്പനായിട്ട് തന്നെ തിയേറ്ററിലേക്ക് വരട്ടെ, പോസിറ്റീവ് അഭിപ്രായം വരട്ടെ വരട്ടെ. അത് പ്രതീക്ഷ എന്നല്ല, ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഗ്രോ ചെയ്യണ്ടേ, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ഈ പടം പ്രോത്സാഹിപ്പിക്കണം, കേറി വരണം, രക്ഷപ്പെടണം. എല്ലാ റീജിയനിലുള്ള ആളുകളും ഇത് കണ്ട് അവർക്ക് ഇഷ്ടപ്പെടണം. അത് ആ ലെവലിലേക്ക് ആക്ച്വലി പോകണം. കാരണം ഇതിപ്പോ ലോക വന്ന് ഹിറ്റായ സമയത്ത് തന്നെ കുറെ അത്തരത്തിലുള്ള പടങ്ങള് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ആൾക്കാർക്ക് ഒരു ധൈര്യം വരും അല്ലെ, അതിൽ ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു ധൈര്യം വരും. ഇത് വരുന്നു, ഇതും പോസിറ്റീവായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, വലിയ ക്രോഡ്സ് കളക്ട് ചെയ്യുന്ന സെറ്റപ്പിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു എന്താ പറയുക ധൈര്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് മലയാളത്തിൽ. അപ്പം വരട്ടെ, കാരണം ഇതൊക്കെ വെറുതെ ഇറങ്ങിയാൽ പോരാ, പോസിറ്റീവ് വന്ന് എന്താ പറയുക അങ്ങനെ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് ലോകം ഓഫ് കോഴ്സ് യെസ് ഉണ്ട്, ഇനി ഇതും വന്ന് അടുത്തൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് വരുമ്പോ ഇതിലും മികച്ചതായിട്ട് ഇതിലും വലിയതായിട്ട് സിനിമകൾ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ഡയറക്ടേഴ്സ് വരും, ഇതിനനുസരിച്ചിട്ട് എഴുതാനുള്ള ആളുകൾ വരും, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാർ ധൈര്യപ്പെടും. സോ അങ്ങനെ വളരട്ടെ, എല്ലാ രീതിയിലും വളരട്ടെ. അപ്പൊ നമ്മള് അത്തനാര് പണ്ട് സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്, മറ്റേ മാന്ത്രികൻ മഹാമാന്ത്രികൻ അതുപോലെ ആയിരിക്കില്ലേ ഇത് ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ മൂവി. എനിക്ക് ട്രെയിലർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എന്ത് ക്രിട്ടിസൈസ് ചെയ്യാനാ, വേണമെങ്കിൽ കുത്തിയിരുന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നോ ഞാൻ അതിന് വേണ്ടി പോലും മുതിരുന്നില്ല, അതിനുള്ള ആവശ്യമില്ല. ആസ് എ പ്രേക്ഷകൻ രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ഇറ്റ്സ് ലുക്കിംഗ് ഗ്രേറ്റ്, എവ്രിതിങ് വിഷ്വലി എവ്രിതിങ്. മലയാള പടമാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത്, പക്ഷേ ഇതിന്റെ ട്രെയിലറാണ് കണ്ടോണ്ടിരുന്നത്. ഗ്ലിംസ് കണ്ടപ്പോ തന്നെ ഞെട്ടി. അപ്പോ വരട്ടെ. ആൻഡ് ജയസൂര്യ മാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാട്ടോ. മൂപ്പര് അണ്ടർ റേറ്റഡ് ആണ് ആക്ച്വലി, എടുത്തു പറയണം. ഒരു കിട്ടുന്ന ആക്ടറാ പുള്ളി. മറ്റേ എന്താണ് പുള്ളി മറ്റേ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിച്ച പടം ഏതായിരുന്നു, അതൊക്കെ പുള്ളി ചെയ്യാനുള്ള ധൈര്യം കാണിച്ചു. അത് ആ സമയത്ത് കേട്ടോ, കുറെ നാൾക്ക് മുമ്പ് അത് ചെയ്യാൻ പുള്ളി ധൈര്യം കാണിച്ചു, അങ്ങനത്തെ ഒരു പടം. അത് എനിക്ക് പേഴ്സണലി പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്തുള്ള മൂപ്പരുടെ അഭിനയമാണെന്നുണ്ടെങ്കിലും ഗംഭീരമായിരുന്നു. ഞാൻ മേരിക്കുട്ടി, ആ ബോഡി ലാംഗ്വേജും പരിപാടിയൊക്കെ. അണ്ടർ റേറ്റഡ് ആക്ടർ. മൂപ്പര് നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിലേക്കും മറ്റേ സുധി വാത്മീകം. മൂപ്പര് വെറൈറ്റീസിന്റെ പുറകെയാണ്. ഇപ്പൊ ഈ കത്തനാർക്ക് വേണ്ടിയിട്ട് മൂപ്പർക്ക് വലിയ ഗ്യാപ്പ് വന്നു ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എനിക്കത് പുള്ളി പറഞ്ഞത് ഇഷ്ടപ്പെട്ടു, ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട്. റോജിൻ മാത്യൂസ് അല്ലേ, സോറി യെസ് റോജിൻ യെസ്, പുള്ളി ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നു, അതിന്റെ പുറകെ നിൽക്കുന്നു എന്നുള്ള സാഹചര്യത്തിൽ ജയസൂര്യൻ നിൽക്കണ്ടേ, അല്ലെങ്കിൽ പുള്ളിയും അവന്റെ ഒപ്പം നിന്നു എന്നുള്ള രീതിയിലാണ്, അതായത് ഡയറക്ടറുടെ കൂടെ നിന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഒരു കാലയളവ്. അപ്പൊ അത്രയും കാലയളവ് വേറെ സിനിമകളില്ല. ഏതോ വന്ന ഇടയിൽ ഈ പടത്തിന് വേണ്ടിയിട്ടാണ് മൂപ്പര് അത് മാറ്റിവെച്ചത്. കുറെ 3-4 സിനിമകള് മൂപ്പര് റിജക്ട് ചെയ്തു എന്നും പറയുന്നുണ്ട് ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഒരു ഡെഡിക്കേഷന്റെ ഭാഗമാണ്. ഇപ്പൊ കങ്കുവയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതായത് ആ സിനിമയുടെ വെർഡിക്റ്റിനെ കുറിച്ചിട്ടല്ല, സൂര്യ അപാര നടന, പക്ഷെ കങ്കുവയ്ക്ക് വേണ്ടി മൂപ്പര് ഒരുപാട് ടൈം ആക്ച്വലി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പടം വന്നു പോയി, അത് വേറെ കാര്യം. ബട്ട് കത്തനാറിന്റെ വെർഡിക്റ്റ് വെച്ചിട്ടല്ല ഞാൻ അതിനെ കമ്പയർ ചെയ്ത്, കത്തനാറിന്റെ വെർഡിക്റ്റ് വേറെ ലെവലാവട്ടെ. ഞാൻ ജസ്റ്റ് ആ ഡെഡിക്കേഷനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. സൂര്യയുടെ ആ ഒരു പടത്തിന് വേണ്ടിയിട്ട് മൂപ്പര് കൊടുത്ത ടൈമിനെ കുറിച്ച് ഞാൻ ഒന്ന് ഓർത്തുപോയി ചേട്ടന്റെ കാര്യം പറയുന്ന സമയത്ത്. അപ്പോ ആ ഒരു ടൈമിന് കൊടുത്ത കുറെ ആൾക്കാരുണ്ട്. പൃഥ്വിരാജ് ആട് ജീവിതത്തിന് വേണ്ടിയിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന പരിപാടിയും കുറെ സിനിമകൾക്ക് വേണ്ടി അങ്ങനെ കുറെ കഷ്ടപ്പാട് മൂപ്പരും പെട്ടിട്ടുണ്ട്. ആട് ജീവിതത്തിന് ആ ഒരു റിസൾട്ടും ആക്ച്വലി കിട്ടി, നല്ല അഭിപ്രായങ്ങൾ വന്നു, അപ്രിസിയേഷൻസ് ആ ഒരു ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പോ ആ ഒരു എന്താ പറയാ സമയം മാറ്റി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ ആ ഡെഡിക്കേഷനുള്ള ആ ഒരു റിസൾട്ടും സിനിമകൾക്ക് ആക്ച്വലി കിട്ടണം. അത് കിട്ടുന്ന കാണുമ്പോൾ നമുക്കും സന്തോഷമാണ്, പ്രേക്ഷകരും സന്തോഷമാണ്, ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും. ഇപ്പൊ റോജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അല്ലെ, ഹോമൊക്കെ എടുത്ത ഒരാളാണ്. ഹോമൊക്കെ എങ്ങനത്തെ പടം, ഫീൽ ഗുഡ് പരിപാടിയാണ്, ഗംഭീര പടമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എന്താണ് കൈൻഡ് ഓഫ് ജോണറൊക്കെ എടുത്തിട്ടാണ് മൂപ്പര് വമ്പൻ ക്യാൻവാസിലേക്ക് വരുന്നത്. മൂപ്പരും എഴുത്തും ഡയറക്ടറും പുള്ളി തന്നെ പോകുന്നുണ്ട്. അപ്പോ അവര് ധൈര്യം കാണിക്കുന്നു. അപ്പൊ ഒരു വമ്പൻ ഇതിലേക്ക് കയറി അങ്ങ് ചാടുകയാണ് റോജിൻ. അപ്പൊ റോജിനും ഇതൊരു ഗംഭീര അഭിപ്രായങ്ങൾ കേൾക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ, ഗംഭീരാവട്ടെ, കിടിലം പടാവട്ടെ. ജയേട്ടൻ ഓൾസോ പാട് ഗംഭീര സക്സസിൽ എത്തിയിട്ട് നിൽക്കുന്നൊരു സമയമാണ്.
കത്തനാര് വരുന്നു. കത്തനാരും ഗംഭീരാവട്ടെ. സോ ജയസൂര്യ, റോജിൻ, എവ്രി വൺ, ഓൾ ദ ബെസ്റ്റ്. ഗംഭീരാവട്ടെ. അവർ എടുത്ത എഫേർട്ടിനുള്ള സാധനം കിട്ടട്ടെ. സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സമയം ഈ ഇത്തരത്തിലുള്ള ഒരു സിനിമ ആസ് എൻ ആക്ടർ അവര് അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെ ആയിക്കോട്ടെ, ഇത്രയും സമയം അവര് ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തിന്റെ മൂല്യം യഥാർത്ഥത്തില് എവളോ പെരുസെന്ന് തെരിയപ്പോറത് இந்த പടം ഇറങ്ങി ഇതൊരു പോസിറ്റീവ് അഭിപ്രായങ്ങൾ വരുന്ന സമയത്താണ് ആ ഒരു ടൈമിന്റെ വാല്യൂ കാണാൻ വേണ്ടി പോകുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ്. കത്തന.